അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. എറണാകുളത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. തന്റെ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും ടോം ജോസഫ് പറഞ്ഞു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യത്തിന് പിന്നീട് പ്രതികരിക്കാമെന്നും ടോം ജോസഫ് മറുപടി നൽകി. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുൻ സർക്കാരിന്റെ കാലത്ത് മരവിച്ചു കിടന്ന കേസുകളിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ടോം ജോസ് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന കാലത്ത് മഹാരാഷ്ട്രയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി, KMML MD ആയിരുന്ന കാലത്ത് മഗ്നീഷ്യം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതി നടത്തി എന്നീ കേസുകളിൽ ടോം ജോസിന്റെ വീടുകളിൽ വിജിലൻസ് മുമ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 7 മണിക്കാണ് അവസാനിച്ചത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും നിയമം വിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ച ടോം ജോസ് വിജിലൻസിന്റെ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് പ്രതികരണത്തിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആവശ്യമെങ്കിൽ ടോം ജോസിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.